റോഷിപാൽ, ഇപ്പോൾ ഇയാൾ ഈ കൊലപാതകങ്ങൾ നടത്തിയ ശേഷം പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. 6 പേരെ വെട്ടിയതിനു ശേഷം ഞാൻ വരികയാണ്, 3 പേർ മരിച്ചെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരും ഉടൻ മരിക്കും. ഇതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഇത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും സ്ഥിരീകരിക്കാനാകുന്നത്. റോഷിപാൽ, സ്മൃതി, തീർച്ചയായും ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിലാണുള്ളത്. 2 പേർ മരിച്ച ഇടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പോലീസ്, ഞാനിവിടെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇവിടെ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും പ്രദേശവാസികൾ ഞെട്ടലാണ്. ഏതായാലും പ്രാഥമികമായുള്ള വിവരശേഖരണമാണ്. അതെ, തീർച്ചയായും സഹോദരനും ഒപ്പം പെൺകുട്ടിയും മരിച്ച ഇടത്താണ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ, ഈ കാണുന്ന ദൃശ്യങ്ങൾ, അവിടെ പോലീസ് മൊഴിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ കാണുന്നത്. ഇതിൽ പ്രദേശവാസികൾ ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങൾ അടക്കം വേണം. കാരണം പോലീസിൽ പറഞ്ഞതായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, ഇവർക്ക് ഒരു വിദേശത്ത് സ്പെയർ പാർട്സ് കടയുള്ളതായും ആ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞതിനെ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്നും ആ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കടം പെരുകിയപ്പോൾ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പ്രതി നേരത്തെ തീരുമാനിച്ച് നിശ്ചയിച്ചുറപ്പിച്ച് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവരികയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ എന്തെങ്കിലും കടബാധ്യതയുള്ളതായിട്ട് അറിയാമോ എന്നുള്ള കാര്യം കൂടി നാട്ടുകാരുടെ അടുത്ത് നിന്ന് തേടണം. അരുൺകുമാർ, തീർച്ചയായും നമുക്ക് അത്തരം വിവരങ്ങൾ തേടണം. ഏതായാലും പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ തന്നെയാണ് വേണ്ടത്. കാരണം ഈ പ്രദേശവാസികൾ മാത്രമല്ല, അടുത്തുനിന്നൊക്കെയുള്ള ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രദേശവാസികളുടെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാം. അവരിൽ നിന്നാണ് ഒരു പ്രാഥമികമായി ഈ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും ഇതിൻ്റെ കാരണമടക്കമുള്ള അവരുടെ ഒരു വിലയിരുത്തൽ നമുക്ക് ലഭ്യമാകും. ഉടൻ തന്നെ ആ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരാണോ? തൊട്ടടുത്തുള്ള ആൾക്കാരാണോ? അല്ല, കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഒന്ന്, ഈ അരും കൊല നടന്ന അഫാന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അവിടെ റോഷിപാലും നമ്മുടെ വാർത്താ സംഘവുമുണ്ട്. മറ്റൊന്ന്, ഇവിടെ നിന്നും കുറച്ചകലെ ചുള്ളാളത്ത് 2 പേരെ കൊന്ന മറ്റൊരു സ്ഥലം. മറ്റൊന്ന് പാങ്ങോട് ഈ ഉപ്പയുടെ ഉമ്മയെ കൊന്ന സ്ഥലം. ഇങ്ങനെ 3 ഇടങ്ങളിലായിട്ട് സഞ്ചരിച്ച് കൊല നടത്തുകയായിരുന്നു അഫാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നോ എന്നുള്ള വിവരമാണ് നമുക്ക് അറിയേണ്ടത്. ഒരു കുടുംബത്തിലെ എല്ലാവരും ഇല്ലാതാവുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇനി ഗൾഫിലുള്ള വാപ്പ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്.